നമസ്കാരം. ബി ഇൻസ്പയർഡ് ബൈ ലിജോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മുടെ ഓസ്ട്രേലിയൻ മൈഗ്രേഷന്റെ ഒരു വീഡിയോയുമായാണ് ഇന്ന് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, എങ്ങനെ നമുക്ക് ഓസ്ട്രേലിയൻ PR 189 അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ 189ന്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്, എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്, എത്ര ദിവസം പിടിക്കും, എത്രയാണ് അതിന്റെ ഫീസ്, എന്തെല്ലാം കാര്യാദികളാണ് എന്നുള്ളത് 189നെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വ്ളോഗിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ വീഡിയോകൾ തീർച്ചയായും ഒത്തിരി പേർക്ക് ഉപകാരപ്രദമായി വിസ ലഭിച്ചു എന്നൊക്കെ എനിക്ക് മെസ്സേജ് വരുന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കമൻസ് ദയവായി നിങ്ങൾ എഴുതാൻ മറന്നു പോകരുത്. കാരണം ചിലപ്പോൾ ഈ വീഡിയോക്ക് റെഫർ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടാവാം. നിങ്ങൾക്ക് അനുഭവിച്ചതിൽ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ വീണ്ടും റെഫർ ചെയ്യുന്നവർക്ക് അതൊരു ഉപകാരപ്രദമായി തീരും. അവർക്ക് തെറ്റ് തിരുത്താനും അവർക്ക് അതിലൊരു പ്രിക്കോഷൻ എടുക്കാനും സാധ്യമായി തീരും. അതിലുപരി ഒരു കാര്യം പറയാനുള്ളത്, കാലാനുസൃതമായ മാറ്റങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഒരു ഗൈഡ് ലൈനായി മാത്രം എടുക്കുക. ഞാൻ അറിഞ്ഞ ആ കാലഘട്ടത്തിലെ അറിവ് വെച്ചിട്ടാണ് വീഡിയോ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് എന്താ പറയുക, കിട്ടിയ മറുപടികളും വിവരങ്ങളൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരരുത്. നിങ്ങൾക്ക് തീർച്ചയായും റെഫർ ചെയ്യാം. നിങ്ങൾക്ക് അതൊരു ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം നമ്മുടെ UAE പേജാണിത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പോയിന്റ് ബേസ്ഡ് ആയിരുന്നു 189 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇട്ട് അവർ നമുക്ക് ഇൻവിറ്റേഷൻ തന്നതിന് ശേഷമാണ് നമ്മൾ ഈ വിസ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെ UAE തുറന്നിട്ടാണ് നമ്മൾ ഈ വിസ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വൺസ് ഇൻവിറ്റേഷൻ കിട്ടിയ 60 ദിവസമാണ് ഇതിന്റെ വാലിഡിറ്റി. അതിന്റെ ഉള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻവിറ്റേഷൻ ക്യാൻസൽ ആയി പോകും. പിന്നെ ഇപ്പോൾ ഒരു 65 പോയിന്റിനേക്കാൾ കൂടുതലുള്ളവർക്കാണ് 189, അതായത് 65 ഉള്ളവർക്കും ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. 189നെ പറ്റിയുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്തിട്ടുണ്ടായില്ല. എല്ലാ കാര്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മൾ അപ്ലൈ നൗ വിസ എന്നുള്ളടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ പറയും നിങ്ങളിപ്പോൾ പ്രൊസീഡ് ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിനകത്ത് യെസ് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് കാണാം അവർ റീഡയറക്ട് ചെയ്യുന്നു വേറൊരു പേജിലേക്ക് എന്നുള്ളത്. നമുക്ക് ഇമി അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പേജിലേക്കാണ്. കുറച്ച് സെക്കൻഡുകൾ അവിടെ എടുക്കും അതിലേക്ക് എത്താനായിട്ട്. അപ്പം ഒന്നല്ലെങ്കിൽ നമുക്ക് ഇമി അക്കൗണ്ടിൽ മുമ്പ് നമുക്ക് യൂസർ നെയിം പാസ്വേഡ് ഉണ്ടെങ്കിൽ അതിനകത്ത് ലോഗിൻ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുക്കുമ്പോൾ അതിനകത്തൊരു 4 സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. ഡീറ്റെയിൽസുകളെല്ലാം നമ്മുടെ പാസ്പോർട്ട് പ്രകാരം നമ്മുടെ ഡീറ്റെയിൽസ് അതിനകത്ത് നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ മെയിലിലേക്ക് കൺഫർമേഷൻ മെയിൽ പോകും. അവിടെ നമ്മൾ റീലോഗിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇമെയിൽ IDയിൽ ഒരു ഇമി അക്കൗണ്ടാണ് തുറക്കാൻ പറ്റുക. അതുകൊണ്ട് പാസ്വേഡ് മറന്നു പോകാതെ നോക്കുക. മറന്നുപോയാൽ അതിനകത്ത് ഫോർഗോട്ടൺ പാസ്വേഡ് ഉണ്ട്, നിങ്ങൾക്ക് അത് വെച്ച് കയറാം. പക്ഷേ എന്നിരുന്നാലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ വൺസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്കൊരു കൺഫർമേഷൻ മെയിൽ അയക്കും. ആ ഇമെയിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഇൻഫർമേഷൻസ് അവരവിടെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഇമെയിലിൽ വന്ന അതേ ഇൻഫർമേഷൻസ് ഒന്നുകൂടി നമ്മൾ വായിച്ചു നോക്കുക. അപ്പോൾ അതിനകത്ത് ഒരു പോളിയോ വാക്സിനേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് 28 ദിവസത്തിനേക്കാൾ കൂടുതൽ അവർ പറഞ്ഞിരിക്കുന്ന കുറച്ച് രാജ്യങ്ങളിൽ നമ്മൾ താമസിച്ചിട്ടുണ്ടെങ്കിൽ, പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വിസ ആപ്ലിക്കേഷനിലെ പോളിയോയുടെ വാക്സിനേഷൻ്റെ സ്റ്റാറ്റസ് നമ്മൾ കാണിക്കണമെന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ പേയ്മെൻറ്റ് ഇഷ്യൂസിനെ പറ്റി അവിടെ പ്രതിപാദിക്കുന്നു. അതുപോലെ ഹെൽത്ത് എക്സാമിനേഷനെ പറ്റി പ്രതിപാദിക്കുന്നു. എല്ലാം വായിച്ചു നോക്കുക. അത് കഴിഞ്ഞ് ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്ലിക്കേഷൻ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ UAE എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിലെ പല ഡീറ്റെയിൽസ് ഇതിനകത്തേക്ക് അവർ ഓൾറെഡി പ്രീഫിൽഡ് ആയിരിക്കും. അപ്പോൾ UAEയുടെ ID, അതിൻ്റെ ഡേറ്റ്, ഇൻവിറ്റേഷൻ ലഭിച്ച ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവും. വായിച്ചു നോക്കുക. പ്രൈമറി അപ്ലിക്കൻ്റെ ഡീറ്റെയിൽസുകൾ അതിനകത്ത് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും. ബാക്കിയുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്യുക. നമ്മുടെ പാസ്പോർട്ട് പ്രകാരം തന്നെ ഡേറ്റ് ഓഫ് ഇഷ്യൂ, പാസ്പോർട്ടിൻ്റെ എല്ലാതായ ഡീറ്റെയിൽസുകളെല്ലാം കൊടുക്കുക. പ്ലേസ് ഓഫ് ബർത്ത് പാസ്പോർട്ട് പ്രകാരം, റിലേഷൻ സ്റ്റാറ്റസ് നമ്മൾ സിംഗിൾ ആണോ, മാരീഡ് ആണോ, വിഡോ ആണോ, ഏതാണോ, അതർ സ്പെല്ലിങ്ങുകൾ, നെയിമുകൾ, എന്തെങ്കിലും നെയിം ചേഞ്ചുകൾ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞു ഹസ്ബൻഡ് പേരിട്ടും അല്ല നമ്മുടെ നെയിമിൽ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം പ്രൂഫ് നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്യണം. ഇപ്പം ടൈപ്പ് ചെയ്യൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് ചെയ്യാം. സിറ്റിസൺഷിപ്പ് എന്തായാലും നമ്മൾ ഇന്ത്യ രാജ്യത്തുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തും കൂടി ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുക. അതർ പാസ്പോർട്ടുകൾ ഉണ്ടോ എന്നുള്ളത്. നാഷണൽ ഐഡന്റിറ്റി ഡോക്യുമെന്റ് എസ് ആണ് കൊടുക്കേണ്ടത്. കാരണം നമുക്ക് എന്തായാലും വേറെ സപ്പോർട്ടീവ് ഡോക്യുമെന്റ് കൊടുക്കണം. അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇന്ത്യയുടെ ആധാർ ഉണ്ട്, UK BRP ഉണ്ട്. ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ഹെൽത്ത് എക്സാമിനേഷൻ നിങ്ങൾ മുമ്പ് വല്ല ഹെൽത്ത് എക്സാമിനേഷൻ ചെയ്തിട്ടുണ്ടോ ഇല്ല, നമ്മൾ ഇത് കഴിഞ്ഞിട്ടാണല്ലോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോ കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്രിട്ടിക്കൽ ഡാറ്റ കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ വേറെ ഒന്നുമില്ല. നമ്മൾ കൊടുത്ത പാസ്പോർട്ടിൻ്റെ നമ്മുടെ പേരിൻ്റെ ഒക്കെ ഒന്നൊരു കൺഫർമേഷൻ അവർ എഴുതി കാണിക്കുന്ന, ശ്രദ്ധാപൂർവ്വം വായിക്കുക. തെറ്റുണ്ടെങ്കിൽ നമ്മുടെ വിസയെ ബാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ തെറ്റില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അപ്പോൾ ഇൻഫർമേഷൻ കറക്റ്റാണെന്നുള്ളത് നമ്മൾ യെസ് കൊടുക്കുക. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന നാഷണൽ ഐഡന്റിറ്റി ഡോക്യുമെന്റ് ഞാൻ പറഞ്ഞു എന്തുള്ളതെന്ന്. അപ്പോൾ അത് നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ എത്ര ഉണ്ടോ അതിനെല്ലാത്തിനും ഇങ്ങനെ ചോദ്യം വരും. അതിനകത്തുള്ള ഫാമിലി നെയിം, ഗിവൺ നെയിം, ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ് ഏതാണോ, അതിനകത്ത് കൺട്രി ഓഫ് ഇഷ്യൂ എന്നാണോ, അതിനകത്ത് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടാവും. ആ നമ്പർ ചിലയിൽ എക്സ്പയറിംഗ് ചോദിക്കാറുണ്ട്. ഇത്തരം കാര്യാദികളാണ് ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റിൽ. ഇപ്പം എക്സാമ്പിൾ BRP, എക്സാമ്പിൾ ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുന്ന ഉത്തരത്തിനനുസരിച്ച് ചോദ്യങ്ങളുടെ ലെങ്ത് വർദ്ധിക്കുന്നതാണ്. അപ്പോൾ ഈ പേജ് നമ്പറിൽ ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം ഓരോരുത്തർക്കും പല രീതിയിലാണ് പേജുകൾ വരുന്നത്. കാരണം ഇപ്പം നമുക്ക് വേറെ ഡിപ്പെൻഡ് ആരും ഇല്ല എന്നുണ്ടെങ്കിൽ കുറേ സ്റ്റെപ്പ് സ്കിപ്പഡ് ആണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ
ഡീറ്റെയിൽസ് അനുസരിച്ച് ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. പിന്നെ അഡീഷണൽ ഐഡന്റിറ്റി ക്വസ്റ്റ്യൻ, നമ്മൾ പ്രീവിയസ് ഓസ്ട്രേലിയയിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എസ്. പിന്നെ അപ്പം അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞൊരു ഇല്ലെങ്കിൽ നോ ആണ്. മൈഗ്രേറ്റിംഗ് ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും നമ്മുടെ കൂടെ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ എസ് കൊടുക്കണം നമ്മൾ, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ അതോറിറ്റൈസ്ഡ് റെസിപ്പന്റ്, നമുക്ക് നമ്മളല്ലാതെ വേറെ ആരെങ്കിലും ഏജന്റ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസുകൾ അവർക്കും കൂടെ നമ്മുടെ ഇമെയിൽ ഇതിന്റെ കൺഫർമേഷൻസ് അറിയാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അവരാണ് ചെയ്യുന്നതെങ്കിൽ ആ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. നോൺ മൈഗ്രേറ്റിംഗ് ഡിപ്പെൻഡ്, അതായത് നമ്മുടെ ഫാമിലി മെമ്പറിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കാം, ഇപ്പോൾ കല്യാണം കഴിഞ്ഞവർ നമ്മുടെ കൂടെ ഒരു മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരുണ്ടെങ്കിൽ അവരുടേതായ ഡീറ്റെയിൽസുകൾ കൊടുക്കാനുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഉണ്ടെന്ന് കൊടുക്കുക, അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇവിടെ കോൺടാക്ട് ഡീറ്റെയിൽസിൽ വരുന്നതാണ് കൺട്രി ഓഫ് റെസിഡന്റ്, റെസിഡൻഷ്യൽ അഡ്രസ്സ്, എവിടെയാണ് നമ്മൾ താമസിക്കുന്നത് അവിടുത്തെ കോൺടാക്ട് നമ്പർ, നമ്മുടെ പോസ്റ്റൽ അഡ്രസ്സ്, ഇമെയിൽ അഡ്രസ്, അതുപോലെ തന്നെ ഇന്ത്യൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസിഡൻസ് ഇത്യാദി കാര്യങ്ങളാണ് ഈ ഐഡന്റിറ്റി ക്വസ്റ്റ്യൻസിൽ വരുന്നത്. ഇതെല്ലാം നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കുന്നതാണ്. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാം. അപ്പം ഡിപ്പെൻഡ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഉത്തരത്തിനനുസരിച്ച് ഇതിന്റെ എക്സ്റ്റൻഷൻ വർദ്ധിക്കുന്നതാണ്. ഇത്ര നേരം നമ്മൾ കണ്ടു തന്നെയാണ്. ബ്രീഫായിട്ട് ഒന്നുകൂടി നമുക്ക് നോക്കാം. ആദ്യം നമ്മളോട് ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ എഗ്രി ചെയ്തായിരുന്നു. പിന്നെ അപ്ലിക്കൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഇയോയുടെ ആദ്യം വന്നു. പോയിന്റ് ക്ലെയിംഡ് ആണ് നമ്മൾ. ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം എല്ലാത്തിനെയും പ്രൂഫ് നമ്മൾ അവസാനം സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലുപരി ഇപ്പം എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ഇംഗ്ലീഷ് ടെസ്റ്റ്, ഇതെല്ലാം നമ്മുടെ പാർട്ട്ണറുടെയും കൂടെ നമ്മൾ ഇതിൽ എഴുതേണ്ടതായിട്ടുണ്ട്. പിന്നെ കറണ്ട് ലൊക്കേഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറെ കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഇതിനകത്ത് പോയിന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ റീസെന്റ് ചിലപ്പോൾ സ്പൗസിന് വല്ല ഇംഗ്ലീഷ് ടെസ്റ്റ് വല്ലതും കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് വേറെ പോയിന്റ് ബേസിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് പ്രൈമറി അപ്ലിക്കൻ്റെ ഡീറ്റെയിൽസുകൾ പിന്നെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓസ്ട്രേലിയൻ വിസ ഗ്രാൻഡ് നമ്പർ, അതായത് മുമ്പ് നമ്മൾ വിസ എല്ലാം അപ്ലൈ ചെയ്തിട്ട് വല്ല ഗ്രാൻഡ് നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള ചോദ്യമാണ്. ഐഡന്റിറ്റി ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ അതിനകത്ത് കൊടുത്തു. നാഷണൽ ഐ ഡിയുടെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു. അതിന് പ്ലേസ് ഓഫ് ബർത്ത്, റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്, അതർ നൈബ് എന്തെങ്കിലും ഉണ്ടോ, സിറ്റിസൺഷിപ്പ് ഉണ്ടോ, പിന്നെ എന്തെങ്കിലും ട്രാവൽ ഡോക്യുമെന്റ് നമ്മുടെ കയ്യിലുണ്ടോ, എന്തെങ്കിലും ഐഡന്റിറ്റി ഡോക്യുമെന്റ് ഉണ്ടോ, അതർ ഐഡന്റിറ്റി ഡോക്യുമെന്റ് എന്തായാലും നമ്മൾ കൊടുക്കേണ്ടതാണ്. പിന്നെ അതിന്റെ ഡീറ്റെയിൽസുകൾ നമ്മൾ കൊടുത്തു. ഹെൽത്ത് എക്സാമിനേഷൻ 12 മാസത്തിനുള്ളിൽ നമ്മൾ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ. മിക്കവരും സാധ്യത കുറവാണ്, കാരണം HB നമ്പർ കിട്ടാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മുമ്പ് ഒരു വിസ റിജക്ഷൻ ഉണ്ടായി, ഇപ്പോൾ റീസെന്റ് നമ്മൾ എടുത്തിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അവിടെ എസ് കൊടുക്കാനായിട്ട് പറ്റും. ക്രിട്ടിക്കൽ ഡേറ്റ കൺഫർമേഷൻ കൃത്യമായിട്ട് വായിച്ചു നോക്കുക, തെറ്റുവരരുത്. സ്പൗസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ കൊടുത്തു. പിന്നെ നമ്മുടെ കൂടെ ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സ് മൈഗ്രേറ്റ് ചെയ്യാനായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ പ്രൈമറി അപ്ലിക്കൻ്റ് കൊടുത്ത പോലെ തന്നെ സ്പൗസിന്റെ ഡീറ്റെയിൽസ് ഇനി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഡിപ്പെൻഡ് ആയിട്ട് എത്ര കുട്ടികളുണ്ടോ അത്രയും പേരുടെ, അല്ല വേറെ ആരെങ്കിലും ഡിപ്പെൻഡ് ഉണ്ടോ, അതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പ്രകാരം തന്നെ എല്ലാവരുടെയും നമുക്ക് കൊടുക്കാനായിട്ടുണ്ട്. അത് കഴിഞ്ഞ് കൊടുത്ത കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. അതിനകത്ത് കൺട്രി ഓഫ് റെസിഡൻസ്, റെസിഡൻഷ്യൽ അഡ്രസ്സ്, കോൺടാക്ട് ടെലിഫോൺ നമ്പർ, പോസ്റ്റൽ അഡ്രസ്, ഇമെയിൽ ID, അതുപോലെ ഏത് സ്റ്റേറ്റിലേക്കാണോ നമ്മൾ ഓസ്ട്രേലിയയിലെ മൂവ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ആ ഒരു സ്റ്റേറ്റിന്റെ ഡീറ്റെയിൽസ് പേര് സെലക്ട് ചെയ്യാം. പിന്നെ അതോർട്ടൈസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും റെസിപ്പന്റ് ഏജന്റ് നമുക്കുണ്ടോ എന്നുള്ളത് ഉണ്ടെന്ന് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് ആണ് അടുത്തേക്ക് പോകുന്നത്. അപ്പം നമ്മുടെ ഏജന്റ് ഡീറ്റെയിൽസുകളാണ് അവിടെ വരുന്നത്. അവരുടെ ലീഗലി അവരുടെ നമ്പർ, കാര്യങ്ങൾ, പോസ്റ്റൽ അഡ്രസ്, കോൺടാക്ട്, ഇമെയിൽ ID കാര്യങ്ങളൊക്കെ ഒരു ഇമെയിൽ ത്രൂ ആണ് അവർ കോൺടാക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം ആരെയാണ്, അതായത് ഇപ്പോൾ ഏജൻസി ആണെങ്കിൽ അവരുടെ ഇമെയിലിലേക്ക് ആയിരിക്കും എല്ലാ കോൺടാക്റ്റും പോവുക എന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ നോൺ മൈഗ്രേറ്റിംഗ് മെമ്പേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം വരുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭാര്യ 3 കുട്ടികളാണ്. അപ്പോൾ അതിൽ ആരെങ്കിലും ഇപ്പം മൈഗ്രേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അഡ്രസ് ഹിസ്റ്ററിയാണ്. അതായത് ഇപ്പം 16 വയസ്സിന് മുകളിലേക്ക് നമ്മൾ ഈ കൊടുത്ത ഡിപ്പെൻഡോ അല്ലെങ്കിൽ പ്രൈമറി അപ്ലിക്കൻ്റെയോ സ്പൗസിൻ്റെയോ 10 വർഷത്തിനുള്ളിൽ 12 മാസത്തിന് കൂടുതൽ നമ്മൾ ഏതെല്ലാം രാജ്യത്ത് താമസിച്ചിട്ടുണ്ടോ അവിടുത്തെ എല്ലാം PCC സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് പ്രൈമറി അപ്ലിക്കൻ്റെയും 16 വയസ്സിന് മുകളിൽ ഉള്ളവരുടെയും ഏതെല്ലാം രാജ്യങ്ങളിൽ 10 വർഷത്തിനുള്ളിൽ 12 മാസത്തിന് കൂടുതൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം PCC എല്ലാവരെയും നമ്മൾ സബ്മിറ്റ് ചെയ്ത് നമ്മൾ ഇതിനകത്ത് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ അഡ്രസ് ഹിസ്റ്ററി, നമ്മൾ താമസിച്ചിട്ടുള്ള അഡ്രസ്സുകൾ മുഴുവൻ, പ്രൈമറി അപ്ലിക്കൻ്റ് മാത്രമല്ല പാർട്ട്ണറുടെയും അതുപോലെ 16 വയസ്സിന് മുകളിലായിട്ടുള്ള ഏത് ഡിപ്പെൻഡിന് നമ്മൾ കൊടുക്കുന്ന അവരെല്ലാം ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് കൊടുക്കേണ്ട. അപ്പോൾ കണ്ടിന്യൂസ് ആഡ് ചെയ്ത് നമുക്ക് പോകാനായിട്ട് പറ്റും. അടുത്ത ട്രാവൽ ഹിസ്റ്ററി ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ഏതെല്ലാം രാജ്യങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. വേറെ ഏത് രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അതിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും രാജ്യത്ത് 12 മാസത്തിന് കൂടുതൽ താമസിച്ചിട്ടുണ്ടെങ്കിലാണ് അവിടെ നമ്മൾ PCC എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളൂ. പക്ഷേ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇത് ചെയ്യാൻ നേരത്ത് ആ പാസ്പോർട്ട് എടുത്ത് കയ്യിൽ വയ്ക്കുക, കാരണം അതിനകത്ത് എക്സിറ്റും എൻട്രിയുടെ ഒക്കെ സീലുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്ത് റീസണിൽ പോയെന്ന് നമ്മൾ ടൈപ്പ് ചെയ്യാം, ഏത് രാജ്യത്താണോ എന്ന് വരെയാന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ പ്രീവിയസ് കൺട്രി ഓഫ് റെസിഡൻസ് ഓൾറെഡി നമ്മൾ നേരത്തെ ഫില്ല് ചെയ്തു. അപ്പം അവർക്ക് ഓൾറെഡി അറിയാം നമ്മൾ ഏതെല്ലാം രാജ്യത്ത് പോയിട്ടുണ്ട്, നമ്മൾ കൊടുത്ത അഡ്രസ് പ്രകാരമൊക്കെ. അപ്പം എല്ലാം തെറ്റാതെ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇത് ട്രാവലിംഗ് ഹിസ്റ്ററിയാണ്. അത് ഈവൻ നിങ്ങൾ 2 ദിവസം ഒരു രാജ്യത്തേക്ക് പോയുള്ളൂ, വിസിറ്റിംഗ് വിസ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ടൂറൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിലും ആ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടതാണ്.
അപ്പോൾ ട്രാവൽ ഹിസ്റ്ററിയിൽ പറയാൻ പറ്റ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ട്ണറുടെയും ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽസുകൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. പ്രൈമറി അപ്ലിക്കൻ്റ് മാത്രമല്ല. ഓക്കെ. സ്കിൽഡ് അസസ്മെന്റ്. അപ്പോൾ നമ്മൾ ഏത് സ്കില്ലുമായി ബന്ധപ്പെട്ടിട്ടാണോ നമ്മളുടെ നിൽക്കുന്നത്, അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സ്കിൽ അസസ്മെന്റ് ഓൾറെഡി എടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ നൈസസിന് ആൻമാക് എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസുകൾ ഇവിടെ സറണ്ടർ ചെയ്ത് ആയിട്ടുണ്ട്. ആൻമാക്കിൻ്റെ താഴെ കൊടുത്തു കഴിഞ്ഞാൽ ഡോക്യുമെന്റ് നമ്പർ ഉണ്ടാവും. പിന്നെ ഏത് വിഭാഗത്തിലാണ് നമുക്ക് ആ കോഡ് കിട്ടിയിരിക്കുന്നത്, പിന്നെ അത് വാലിഡ് ആണോ, അത് ഏത് കൗൺസിലാണ് എന്നുള്ള ഇത്യാദി കാര്യങ്ങളെല്ലാം ആണ് അവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. പാർട്ട്ണർക്ക് സ്കില്ലുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ എസ് കൊടുക്കണം. അവരുടെയും സ്കിൽ അസസ്മെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, അതിനകത്ത് കൊടുക്കേണ്ടതായിട്ടാണ്. അപ്പം ഇത്യാദി കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പം അത് ഈ പറഞ്ഞ പോലെ നമ്മുടെയും കൊടുക്കണം, പാർട്ട്ണറിയും നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിനകത്ത് നമ്മുടെ ആഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏതൊക്കെയുണ്ടോ അതെല്ലാം ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി പോയിന്റ് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹയർ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് അങ്ങനെ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് PhD ഉണ്ട്, MSc ഉണ്ട്, ഡിഗ്രി ഉണ്ട്, GNM ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസുകളും നമ്മളവിടെ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ കോളേജിനെ പറ്റിയുള്ളതെന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻ, കോഴ്സ് ഓഫ് നെയിം, ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം, കൺട്രി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡേറ്റ് എന്ന് വരെയുള്ളതാണ്. അപ്പോൾ TC നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഇൻഫർമേഷൻസ് കിട്ടും. അത് വെച്ച് നമ്മൾ ഓൾറെഡി അതിനകത്ത് അറ്റാച്ച് ചെയ്യാം. പിന്നെ ഓസ്ട്രേലിയൻ സ്റ്റഡി റിക്വയർമെന്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളത് ഉണ്ടെങ്കിൽ കൊടുക്കാം. റീജിയണൽ ഓസ്ട്രേലിയനിൽ സ്റ്റഡി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പോയിന്റുകൾ ഉണ്ടല്ലോ, പോയിന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എന്തെങ്കിലും കമ്മ്യൂണിറ്റി ലാംഗ്വേജ് അവർ അംഗീകരിച്ചിട്ടുള്ള ലാംഗ്വേജിൽ ഒരു 5 പോയിന്റ് ഉണ്ട്, അങ്ങനെ ആരെങ്കിലും അത് മേടിക്കുന്നവരാണെങ്കിൽ അതിന്റെ എല്ലാ ഡീറ്റെയിൽസുകൾ അവിടെ കൊടുക്കേണ്ടതാണ്. അടുത്ത എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഓരോന്നും ആഡ് ചെയ്ത് കൊടുക്കാം. എന്തൊക്കെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പൊസിഷൻ, എംപ്ലോയറിന്റെ നെയിം, ഏത് കൺട്രിയിലായിരുന്നു, ഇന്ന് വരെയായിരുന്നു. അപ്പം അതിനകത്തൊരു ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ ഈ സ്ഥലത്തും നിങ്ങൾ ചെയ്തിട്ടുള്ള ഡ്യൂട്ടീസിന്റെ ഒരു 3-4 വാചകത്തിൽ ആ ഡ്യൂട്ടിയെ പറ്റി ഒന്ന് പരാമർശിക്കണം. പിന്നെ ഇത് നോമിനേറ്റ് ചെയ്തിരിക്കുന്ന പൊസിഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജോലിയായിരുന്നു എന്നുള്ളത് ആണെങ്കിൽ എസ് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഓൾറെഡി ആൻമാക്ക് ചെയ്തപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള അസസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, അത് തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പം അത്യാവശ്യ കാര്യങ്ങൾ. പിന്നെ പോയിന്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യങ്ങൾ പ്രൊഫഷണൽ ഇയർ എന്നൊക്കെ പറഞ്ഞു, ഓസ്ട്രേലിയയിലെ ജോലിയുടെയൊക്കെ അങ്ങനെ എന്തെങ്കിലും സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസുകൾ കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ നോ കൊടുക്കുക. എംപ്ലോയ്മെന്റ് ഇന്ന നോമിനേറ്റഡ് ഓക്യുപ്പേഷൻ ആണോ ആണെങ്കിൽ എസ് കൊടുക്കുക. നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷൻ മറന്നു പോകരുത്. നമ്മളൊരു 3-4 വാചകം മതി നമ്മൾ അതിനകത്ത് എഴുതാം. അതുപോലെ എല്ലാ എക്സ്പീരിയൻസുകളും ആഡ് കൊടുത്ത് നമുക്ക് ആഡ് ചെയ്തിട്ട് എഴുതാനായിട്ട് കഴിയുന്നതാണ്. അടുത്ത് നമ്മുടെ ലാംഗ്വേജിന്റെ എവിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലാംഗ്വേജിന്റെ എബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ എസ് കൊടുക്കുക. ഇംഗ്ലീഷ് ടെസ്റ്റ് ഡീറ്റെയിൽസുകൾ നമ്മൾ കൊടുക്കുക. IELTS ആയിരുന്നു, OET ആയിരുന്നു, അതിന്റെ ഡേറ്റ് ഓഫ് ടെസ്റ്റ്, നെയിം ഓഫ് ടെസ്റ്റ്, ടെസ്റ്റ് റെഫറൻസ് നമ്പർ, കൺട്രി എവിടെയാണ് നമ്മൾ അതെടുത്ത് എന്നുള്ളത്, ലാംഗ്വേജ് എബിലിറ്റി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് സ്പീഡിങ്, ലിസണിങ്, റീഡിങ്, സ്പീക്കിംഗ് എല്ലാത്തിൻ്റെയും ഗ്രേഡുകൾ കൊടുക്കാനായിട്ട് വരും. മെയിൻ ലാംഗ്വേജ് ഏതാണോ നമ്മുടെ അത് കൊടുക്കുക. അപ്പോൾ ഈ എംപ്ലോയ്മെന്റ് ഹിസ്റ്ററിയും അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജിന്റെ റിക്വയർമെന്റും ഈ പറഞ്ഞ പോലെ പാർട്ട്ണർക്കും കൂടെ നമ്മൾ വെക്കേണ്ടതാട്ടോ. അപ്പം എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി പറഞ്ഞ പോലെ ഏതൊക്കെയുള്ളെങ്കിൽ അതെല്ലാം നമ്മളെല്ലാം കൊടുക്കുക. 2 ലാംഗ്വേജിന്റെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു പക്ഷേ OET അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അവർ പക്ഷേ പഠിച്ചിരിക്കുന്ന ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോഴ്സ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലാണെങ്കിൽ അവിടുന്ന് കോളേജിൽ നിന്ന് ഒരു ലെറ്റർ മേടിക്കുക. ഞാൻ സബ്മിറ്റ് ചെയ്ത TC ആണ്. TCയിൽ ഓൾറെഡി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് സബ്മിറ്റ് ചെയ്തത്. അല്ലെങ്കിൽ കോളേജിലേക്ക് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരു ഫോർമാറ്റിൽ ഇംഗ്ലീഷിലാണ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു രേഖ തരും. അത് പ്രൂഫ് ഓഫ് എവിഡൻസ് ആയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്താലും മതി. അപ്പോൾ ആ ഡീറ്റെയിൽസുകൾ ഇവിടെ ടൈപ്പ് ചെയ്ത് ചേർക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ക്യാരക്ടർ ഡിക്ലറേഷനിലേക്കാണ് പോകുന്ന കുറേ ചോദ്യങ്ങളാണ്. അത് നിങ്ങൾ പോസ് ചെയ്തിട്ട് ആ ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. പിന്നെ അങ്ങോട്ട് ചെക്ക് ലിസ്റ്റുകളാണ്. ആദ്യം വരുന്ന ക്യാരക്ടർ ഡിക്ലറേഷൻ ആണ്. അപ്പോൾ ഇതെല്ലാ അപ്ലിക്കന്റിനും എന്താ പറയുക, ഒരേപോലെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതായത് നമ്മുടെ ആപ്ലിക്കേഷനിൽ എത്ര പേരുണ്ടോ അവർക്കെല്ലാം കൂടിയുള്ള ചോദ്യമാണിത്. അപ്പോൾ ഏതെങ്കിലും നമ്മൾ എസ് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നിർബന്ധമായിട്ട് നമ്മൾ അതിനകത്ത് എഴുതാനായിട്ടുണ്ട്. സെന്റൻസ് ആയിട്ട് നമുക്ക് എഴുതണം. എന്നുണ്ടായി, എന്തായിരുന്നു ഒഫൻസ്, എങ്ങനെയാണ് അതിന് ആക്ഷൻ വന്നത്, ഇത്യാദി കാര്യങ്ങൾ മൊത്തം നമ്മൾ അതിനകത്ത് കാണിക്കാണ്ട്. അല്ലെങ്കിൽ എല്ലാത്തിനും നോ കൊടുത്ത് നമ്മൾ അടുത്തേക്ക് പോകുക. ഏതെങ്കിലും ചോദിച്ചിട്ട് നമ്മൾ എസ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഫർദർ ഡീറ്റെയിൽസ് നമ്മളെ ബോക്സ് അവിടെ വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് നമ്മൾ പോവാം. ആർക്കെങ്കിലും ഇത് വായിക്കണം എന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്ത് വായിക്കുക. ഞാൻ സമയം കളയുന്നില്ല. അടുത്തത് കുറച്ച് ഡിക്ലറേഷൻസ് ആണ്. ഇതിനകത്ത് എസ് ആണ് കൊടുക്കേണ്ടത്, നോ അല്ല. ഓക്കെ, നമ്മളിത് വായിച്ചോ, എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്, ഇതിലെന്തെങ്കിലും തെറ്റുകളുണ്ടോ, അത്യാദി അവരുടെ നിയമ സാധ്യതകളെ കുറിച്ചാണ് അവർ എഴുതിയിരിക്കുന്നത്. തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് സീരിയസ് ഒഫൻസ് തന്നെയാണ്. അപ്പം വായിച്ചു നോക്കിയിട്ട് അതിന് നമ്മൾ ഉത്തരം കൊടുക്കുക. ഏറ്റവും ലാസ്റ്റത്തെ ലൈഫ് ഇൻ ഓസ്ട്രേലിയ എന്നുള്ള കാര്യമാണ്. നമ്മൾ ആദ്യമേ ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 2 ബുക്ക്ലെറ്റുകൾ ഉണ്ടാകും, നമ്മൾ വായിച്ചു നോക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ഓസ്ട്രേലിയൻ ലൈഫിനെ പറ്റിയുള്ള നമ്മൾ വായിച്ചു നോക്കി അവരുടെ വാല്യൂസും അവരുടെ ബാക്കി നിയമങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒക്കെയാണ് എഗ്രി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് 18 വയസ്സിനുള്ള മുകളിലുള്ള എല്ലാവർക്കും അവർക്കറിയില്ലെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അതിന് യെസ് കൊടുക്കുക. അപ്പോൾ അടുത്ത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളൊരു ചടങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം വായിച്ചു നോക്കുക. അപ്പോൾ അവിടെ നമുക്ക് എല്ലാ ആക്ഷനും ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇത്ര ഓപ്ഷൻസ് നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ടോ അതെല്ലാം അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രോപ്പർ ആപ്ലിക്കേഷൻ ഏതാണോ അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. ഇത് നമുക്ക് 60 ദിവസം വാലിഡിറ്റി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ സബ്മിറ്റ് ചെയ്താലും മതി. അല്ല നമ്മൾ കൈയോടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാം.
അപ്പോൾ പേയ്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. എത്ര അപ്ലിക്കന്റ് ഉണ്ടോ അതിനനുസരിച്ച് പേയ്മെന്റ് വരും. പേയ്മെന്റ് ഡീറ്റെയിൽസ് ഒക്കെ മുമ്പത്തെ 189 വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പം എല്ലാവരുടെ ഫീസ് നമുക്ക് ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ വെച്ചിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എത്ര രൂപയാണ് വന്നത് അതിന്റെ കൺഫർമേഷൻ അവർ നമുക്ക് കാണിക്കുന്നതാണ്. അത് കഴിയുമ്പോൾ അവർ കാണിക്കും യു ഹാവ് സബ്മിറ്റഡ് യുവർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതി കാണിക്കും. അപ്പോൾ പേയ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി 2 ചടങ്ങ് കൂടെ നമുക്കുണ്ട്. ഒന്ന് നമ്മുടെ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. ഇതും കൂടെ കഴിഞ്ഞാലാണ് വിസ പ്രോസസ്സിംഗിലെ നമ്മുടെ പാർട്ട് തീരുന്നുള്ളൂ. അപ്പം നമുക്ക് ആ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, ആപ്ലിക്കേഷൻ മെയിൽ ബോക്സ്. അവരെന്തെങ്കിലും നമ്മളോട് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്നുള്ള ഒരു ഭാഗം കാണാം. വ്യൂ ഹെൽത്ത് അസസ്മെന്റ് കാണാം. അപ്പോൾ അറ്റാച്ച്ഡ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ മുകളിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. എന്നാണ് നമ്മൾ ലാസ്റ്റ് ഓപ്പൺ ചെയ്ത്, എന്നാണ് സബ്മിറ്റ് ചെയ്തത്, എന്നാണ് ഫീ അടച്ചത്, എന്നാണ് മെഡിക്കൽ, എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ വിസയുടെ പ്രോസസ്സിംഗ് നിങ്ങൾക്ക് അറിയാനായിട്ട് ഇത് നോക്കാം. എത്ര സമയം എടുക്കും എന്നുള്ളത് മുമ്പത്തെ വ്ളോഗിലേക്ക് നിങ്ങൾ പോയി നോക്കുക ദയവായി. അപ്പം നമ്മുടെ ഡോക്യുമെന്റ്സ് ആസ് പെർ എന്തൊക്കെയോ നമ്മൾ ഡീറ്റെയിൽസുകൾ കൊടുത്തിട്ടുണ്ടോ. ഇപ്പം ഡിപ്പെൻഡന്റ് ഇല്ല എന്ന് പറഞ്ഞവർക്ക് ഡിപ്പെൻഡന്റ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഉണ്ടെന്ന് പറഞ്ഞവർക്ക് അവരുടേതായ എല്ലാ രീതിയിലുള്ള ഡോക്യുമെന്റുകളും നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഡോക്യുമെന്റ് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഈ സൈറ്റിൽ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് കോറിലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓരോന്നും നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടതെന്ന് നോക്കാം. ഈ ഒരു ഡോക്യുമെന്റ് ചെക്ക് ലിസ്റ്റ് എൻ്റെ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. അപ്പം പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ് നമുക്ക് വേണം. പാസ്പോർട്ട് എന്തായാലും വേണം. അതിന്റെ അഡ്രസ്സും ഫോട്ടോ ഉള്ള ഭാഗമാണ് നമുക്ക് വേണ്ടത്. എല്ലാം കളർ സ്കാൻ ആയിരിക്കണം. മൊബൈലിലൊന്നും സ്കാൻ ചെയ്താവരുത്. പ്രോപ്പറായിട്ട് നല്ല ക്ലാരിറ്റി ഉള്ള വേണം. പിന്നെ കളർ സ്കാൻഡ് കോപ്പി ഓഫ് പാസ്പോർട്ട് ബയോ പേജ്. പ്ലീസ് സെൻഡ് അസ് ദ പാസ്പോർട്ട് പേജ് വിത്ത് ദ ഫോട്ടോ ആൻഡ് അഡ്രസ്. പിന്നെ കളർ സ്കാൻഡ് കോപ്പി ഓഫ് നാഷണൽ ഐഡന്റിറ്റി ഡോക്യുമെന്റ്. ചിലപ്പോൾ നമ്മുടെ ആധാർ ആയിരിക്കാം. ഞാൻ ആധാർ വെച്ച്. പിന്നെ നമ്മുടെ BRP കാർഡ് യു കെയിലാണ് നിങ്ങളെങ്കിൽ യു കെയിലെ പാസ്പോർട്ടോ ഇത്യാദി കാര്യങ്ങൾ ഏത് രാജ്യത്താണോ അതിൻ്റെ അനുസരിച്ചുള്ള ഐഡന്റിറ്റി ഡോക്യുമെന്റ് നിങ്ങൾക്ക് കൊടുക്കാം. ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാവുന്നതാണ്. കളർഡ് സ്കാൻഡ് കോപ്പി ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്, എ കോപ്പി ഓഫ് ഫ്രണ്ട് പേജ് ഓഫ് ദ സെക്കൻഡറി ലിവിംഗ്, അതായത് നമ്മുടെ SSLC ബുക്കിന്റെ ഫ്രണ്ട് പേജ്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനായിട്ട് വേറെ എന്തെങ്കിലും. അപ്പം ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെയാണ്. പിന്നെ നമ്മുടെ SSLC ബുക്ക് ഒക്കെയാണ്. ഞാൻ SSLC ബുക്കാണ് വെച്ചത്. ഓക്കെ. അക്കാദമിക് ട്രാൻസ്ക്രിപ്റ്റ് TC നിങ്ങൾ പഠിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ TCകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ സ്കിൽ അസസ്മെന്റ് പാൻമാക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് ഇത് പാർട്ട്ണർക്കും കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെയും കൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം കേട്ടോ. പ്രൂഫ് ഓഫ് ഇംഗ്ലീഷ് എല്ലാവരുടെയും. അതുപോലെ എംപ്ലോയ്മെന്റ് ഡോക്യുമെന്റ് എവിടേക്കാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്, ആൻമാക്ക് അസസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് അതിന് എവിഡൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന എല്ലാം നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതായത് വർക്ക് എക്സ്പീരിയൻസ് ലെറ്റർ, പ്ലീസ് പ്രൊവൈഡ് അസ് വിത്ത് വർക്ക് എക്സ്പീരിയൻസ് ലെറ്റർ റിസീവ്ഡ് ഫ്രം ഈച്ച് എംപ്ലോയർ, എവിഡൻസ് ഓഫ് പെയ്ഡ് എംപ്ലോയ്മെന്റ്, അതായത് പേ സ്ലിപ്പ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, എവിഡൻസ് ഓഫ് ടാക്സ് പെയ്ഡ്, പ്രൊവിഡന്റ് ഫണ്ട്, അങ്ങനെ എന്തൊക്കെയുണ്ടോ ഇപ്പൊ അതെല്ലാം നിങ്ങൾക്ക്. ഇപ്പം യു കെയിലാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സിന്റെ പേപ്പർ വരും. ഞാൻ പെൻഷൻ വിഡ്രോ ചെയ്തായിരുന്നു, അതിന്റെ പ്രൂഫ് ഉണ്ടായിരുന്നു. നാട്ടിൽ PF വിഡ്രോ ചെയ്തായിരുന്നു. അപ്പം അത്ര നാളത്തെ സർവീസ് കഴിഞ്ഞിട്ട് 10-11 വർഷത്തെ സർവീസ് കഴിഞ്ഞിട്ട് PF വിഡ്രോ ചെയ്തത്. അപ്പോൾ അത്രയും നാളത്തെ എൻ്റെ എംപ്ലോയർ അടച്ചിട്ടുള്ള പൈസയും എല്ലാം അതിനകത്ത് കാണിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒത്തിരി എവിഡൻസ് ആണ്. നമ്മൾ പേയ്മെന്റ് നമ്മൾ എന്താ പറയുക പെയ്ഡ് സർവീസ് ആയിരുന്നു എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും അതെല്ലാം കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അടുത്ത കുറച്ച് ഫോംസ് ആണ്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത് നമ്മൾ PDF ചെയ്ത് സൈൻ ചെയ്തിട്ട് അവർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം 956, 80, പിന്നെ 1229 ഇത്രയും ഫോമുകൾ നമ്മൾ 3 അപ്ലോഡ് ചെയ്യണം. അത് 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഈച്ച് ഫോം നമ്മൾ വേണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം സ്പൗസ് ഉണ്ട് വേണം. കുട്ടികൾ 18 വയസ്സിന് താഴെയാണെങ്കിൽ വേണ്ട. പക്ഷെ കുട്ടികളുടെ ഒരു ഫോം ഉണ്ട് നമുക്ക്. അല്ലാത്ത കേസിൽ നമ്മൾ ഇതെല്ലാം കൊടുക്കണം. ഇപ്പോൾ ഫർദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 815 അതായത് ലാറ്റിൻ TB ഉള്ള ഒരു മെഡിക്കൽ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ വീണ്ടും അടുത്ത ഫോം ചോദിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോമുകളുണ്ട്. ഈ ഫോമുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് സൈറ്റിൽ നിന്ന്. എന്നിട്ട് നമുക്കത് ഫില്ല് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് 12 മാസത്തിന് കൂടുതൽ 10 വർഷത്തിനുള്ളിൽ എവിടേക്ക് നിന്നിട്ടുണ്ടോ അവിടുത്തെ എല്ലാ കൺട്രികളുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ ടു അപ്ലൈ ഫോർ ഓസ്ട്രേലിയൻ പോലീസ് ചെക്ക്, അവിടെ നിങ്ങൾ പോയിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ചെക്ക് ചെയ്യേണ്ട വിധം അതിനകത്തുണ്ട്. അതുപോലെ ഹെൽത്ത് അസസ്മെന്റ് ചെയ്യാന്നുള്ളതാണ് അടുത്ത്. HAP ID എന്ന് പറയും. അത് നമുക്ക് അടുത്തായിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ID കിട്ടും. ആ ID വെച്ചിട്ടാണ് നമ്മൾ മെഡിക്കൽ ബുക്ക് ചെയ്യുന്നതും. അപ്പോൾ ആ മെഡിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് അപ്ഡേഷൻ വരുന്നതാണ്. അതും കൂടെ ചെയ്താലാണ് നമ്മുടെ വിസ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. പിന്നെ നെയിം ചേഞ്ച് ഉണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇത് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം വന്നിട്ടുള്ള ഡോക്യുമെന്റ് എവിഡൻസ് ആയി കാണിക്കാൻ പറ്റാവുന്ന അതെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് സപ്പോർട്ടീവ് ഡോക്യുമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം അവരുടെ മാനേജറുടെ ചോദ്യം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് മുൻകൂട്ടി എന്ത് കൊടുക്കാൻ പറ്റും അതെല്ലാം നമ്മൾ കൊടുക്കുക എന്നുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻസി ത്രൂ ചെയ്യുകയാണെങ്കിൽ സേഫ് ആണ്. കാരണം അവർക്ക് ഇപ്പം നമ്മുടെ ഒരു ഡീറ്റെയിൽസ് കാണുമ്പോൾ അതിന് ഇന്ന ഡോക്യുമെന്റ് ചോദിക്കാം എന്നുള്ള മുൻകൂട്ടി അവരുടെ അനുഭവം വെച്ച് പറയാനായിട്ട് കഴിയും. അല്ലെങ്കിൽ മുൻപ് വിസ ചെയ്തിട്ടുള്ള ആരെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. തന്നെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ നിരുത്സാഹപ്പെടുത്തുമല്ല. തന്നെ ചെയ്യാം. തന്നെ ചെയ്യുമ്പോൾ ചെയ്തിട്ടുള്ള ആരെങ്കിലും അഡ്വൈസ് സ്വീകരിക്കാം. പ്രോപ്പറായിട്ട് വായിച്ചു നോക്കുക തെറ്റുകൂടാതെ തന്നെ. കാരണം PR റിജക്ഷൻ നമുക്ക് വരരുത്. പിന്നെ
ഞാൻ പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞാൽ വൺസ് കേസ് മാനേജർ വന്നു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് അത് നടക്കണം എന്നുള്ളതാണ്. അതായത് വീണ്ടും ഒരു ഡോക്യുമെന്റിന് വേണ്ടി അവർ ചോദിക്കേണ്ട സ്ഥിതി വരരുത്. അതുകൊണ്ട് നമ്മൾ ഒന്ന് 2-3 റെഫറൻസുകൾ എടുക്കാം. ഒരുപക്ഷെ ചെയ്ത ആൾക്കാരായിരിക്കാം, ഒരുപക്ഷെ ഏജൻസി ആയിരിക്കാം, ഒരുപക്ഷെ ഇങ്ങനെയുള്ള വീഡിയോകളായിരിക്കാം. അപ്പം ശ്രദ്ധാപൂർവ്വം എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇമി അക്കൗണ്ട് സൈറ്റാണ് ഏറ്റവും വിശ്വസ്തമായി നമുക്ക് എന്താ പറയുക മനസ്സിലാക്കാനും കാര്യങ്ങൾ സോൾവ് ചെയ്യാനും പറ്റാവുന്ന രീതി എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് തന്നെ ഫേവറേറ്റ് ആസ്ക്ഡ് ക്വസ്റ്റൻ ആൻഡ് ആൻസർ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിക്കുവാണെങ്കിൽ കൂടുതലായിട്ട് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് കുറേ ബുക്ക്ലെറ്റുകളുണ്ട്. അതൊക്കെ നമുക്ക് ഉപകാരപ്രദം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഈ മെഡിക്കൽ എന്ന് പറഞ്ഞൊരു ഫോമാണ് നമ്മുടെ ഹെൽത്ത് അസസ്മെന്റ് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത്. ഈ മെഡിക്കൽ ഏത് മെഡിക്കൽ ഓസ്ട്രേലിയ അംഗീകരിച്ചിട്ടുള്ള ഏത് മെഡിക്കൽ ടീമിനും അവർക്കത് ആക്സസിബിൾ ആണ്. കാരണം നമ്മുടെ ഇപ്പോൾ UK യിലുള്ളവരൊക്കെ നാട്ടിൽ പോയിട്ട് ചെയ്യുന്നത്. കാരണം UK യിൽ ഒരു 1.5 ലക്ഷം വരുന്ന മെഡിക്കലിന് നാട്ടിൽ വെറും 30,000 ഫാമിലി ചെയ്ത് കിട്ടും. അപ്പം അങ്ങനെ പോകുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, ഈ മെഡിക്കൽ ഫോം ആണെങ്കിൽ ഇപ്പം എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്സസിബിൾ എടുത്തിട്ട് നിങ്ങൾക്ക് പോയി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഫില്ല് ചെയ്യുമ്പോൾ അവരൊരു 10-14 ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കാം. എനിവേ അതിന് എസ് ഓർണോ ക്വസ്റ്റ്യൻ കൊടുക്കണം. എവിടെയെങ്കിലും നിങ്ങൾ എസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് നിങ്ങൾ ഡീറ്റെയിൽസ് ഇവിടെ എഴുതണം. അതിൽ കൂടുതൽ പ്രൂഫ് നിങ്ങൾ മെഡിക്കലിന് പോകുമ്പോൾ കൊണ്ടുപോകണം തെളിയിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ UK യിലൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മുടെ NHS നമ്പർ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാവർക്കും ആക്സസിബിൾ ആണ്. അപ്പം ഈ മെഡിക്കലിന് ബുക്ക് ചെയ്യുന്ന ടീമുകൾ ചിലപ്പോൾ നമ്മുടെ NHS നമ്പർ, GP നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം എല്ലാം ആക്സസിബിൾ ആണ് എന്ന് നമ്മളൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം ഞാൻ. പിന്നെ ഇപ്പോൾ ലാറ്റൻ TB അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ട്രീറ്റ്മെന്റ് എടുത്ത് പോയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ TB നേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ അതിൻ്റെ റിപ്പോർട്ട് ചോദിച്ചേച്ച് ഇത്ര നാളും കൂടെ ട്രീറ്റ്മെന്റ് ഉണ്ടല്ല, ഞാൻ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തതാണ് എന്നെല്ലാം തെളിയിക്കുന്ന രേഖയും കൂടെ ഈ മെഡിക്കൽ നമ്മൾ അസസ് ചെയ്യുന്ന ടീമിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ആ മെഡിക്കൽ റിപ്പോർട്ടിന്റെ കൂടെ അങ്ങ് അറ്റാച്ച് ചെയ്യും. അപ്പോൾ പിന്നെ ഫർദർ ഒരു മാനേജറിന്റെ കയ്യിൽ നിന്നുള്ള ഒരു ചോദ്യമോ അല്ലെങ്കിൽ ഫർദർ ഡോക്യുമെന്റ്സോ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഈ ലാറ്റൻ TBയെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അന്ന് ഞാൻ മെഡിക്കലിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഭാഗങ്ങളെല്ലാം സ്കിപ്പ് ചെയ്ത് വിടുന്നത്. ഓക്കെ. ഒത്തിരി പേര് എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ലാറ്റൻ TB പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം. TB പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് പ്രശ്നമുള്ളത്. നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്താൽ നെഗറ്റീവ് ആയെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. ലാറ്റൻ TB പോസിറ്റീവ് ആണെങ്കിലും അത് കുഴപ്പമുള്ള കേസല്ല. ഓക്കെ. ഒരു 815 എന്ന് പറഞ്ഞൊരു ഫോം നമ്മൾ ഫില്ല് ചെയ്യാനുണ്ട്. അതൊന്നുമില്ല, നമ്മൾ ഓസ്ട്രേലിയ വൺസ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് അവിടുത്തെ മെഡിക്കൽ സിസ്റ്റമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവരുടെ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിനോ നമ്മൾ ഓക്കെ ആണ് എന്ന് തെളിയിക്കുന്നതും അവിടെ ഇൻ കേസ് നമ്മൾ കിട്ടിയില്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള ഓസ്ട്രേലിയയിൽ ഒരു കോൺടാക്ട് നമ്പറോ അത്രയാണ് ആ ഫോമിൽ അവർ ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചെക്ക് ലിസ്റ്റിൽ വരുന്നതെന്ന് നമുക്ക് വേഗത്തിൽ നമുക്ക് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ മെഡിക്കലിൻ്റെ ഈ ഫോമിൽ ഉണ്ടാവും HAP നമ്പർ എന്ന് പറഞ്ഞ് താഴെ കാണാം. ഇതാണ് നമ്മുടെ മെഡിക്കൽ എടുക്കാനുള്ള നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്പർ കിട്ടാതെ മെഡിക്കൽ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പം എപ്പോഴും വിസ ഫീ അടച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഈ HAP നമ്പർ കിട്ടുന്നത്. അത് ഈ ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് വേണം നമ്മൾ അടുത്ത സ്ഥലത്ത് മെഡിക്കൽ ബുക്ക് ചെയ്യാൻ. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഓസ്ട്രേലിയ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചെക്ക് ലിസ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഓസ്ട്രേലിയക്കാർക്ക് TB ഇത്ര ഭയങ്കര ഇഷ്ടമാണെന്ന്. ഓക്കെ. അപ്പോൾ TB ആയിട്ട് കോൺടാക്ട് വന്നിട്ടുണ്ടോ, TB ഉണ്ടായിട്ടുണ്ടോ, TBക്ക് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ, സൈക്കാട്രി പ്രോബ്ലംസ് ഉണ്ടോ, എന്തെങ്കിലും മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടോ, HIV പോസിറ്റീവ് ആയിട്ടുണ്ടോ, ഹെപ്പറ്റൈറ്റിസ് B, C ബ്ലഡ് ടെസ്റ്റിൽ എങ്ങനെ പോസിറ്റീവ് കാണിച്ചിട്ടുണ്ട് ഇതുവരെ, പിന്നെ എന്തെങ്കിലും ക്യാൻസർ 5 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ടോ, ഡയബറ്റിക്സ് ആണോ, പിന്നെ ബ്ലഡ് പ്രഷർ ഉണ്ടോ, ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടോ, ബ്ലഡ് കണ്ടീഷൻസ് ഉണ്ടോ, കിഡ്നി പ്രോബ്ലംസ് ഉണ്ടോ, പിന്നെ അടുത്തതെന്ന് പറയുന്നത് എന്തെങ്കിലും ഡിസബിലിറ്റി കാര്യങ്ങളുണ്ടോ, പിന്നെ ആൽക്കഹോളോ അങ്ങനെ ഡ്രഗ്സ് എടുക്കുന്ന ഹാബിറ്റ് ഉണ്ടോ, പിന്നെ എന്തെങ്കിലും പ്രിസ്ക്രൈബ്ഡ് പിൽസ് മെഡിസിൻ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ മെഡിസിൻ എടുക്കുന്നതാണെങ്കിൽ മെഡിസിൻ്റെ ഡീറ്റെയിൽസുകൾ നമ്മൾ അതിനകത്ത് സബ്മിറ്റ് ചെയ്യാനുണ്ട്. ഇതിൽ തന്നെ ലാറ്റൻ TB മെഡിസിൻ എടുത്താണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്താണ് ഇന്ന മെഡിസിൻ എടുത്ത് ഇത്ര നാളെടുത്ത്. ഇപ്പോൾ ഡയബറ്റിക് ആണ് ഇന്ന മെഡിസിൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മെഡിക്കലിന് പോകുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകൾ GPയുടെ അടുത്ത് മേടിച്ചിട്ട് പോകണം. GPയോ നിങ്ങളുടെ ഡോക്ടേഴ്സോ മെഡിസിൻസ് ആയിക്കോട്ടെ എത്ര നാളായിട്ടുണ്ട്, എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു, അതിൻ്റെ എല്ലാ റിപ്പോർട്ടുകളായിട്ട് കൊണ്ടുപോയാൽ ഇത്രൂടി ഈസിയാണ്, ആക്സസിബിൾ ആണ്. അത് കഴിഞ്ഞ് ക്ലയൻറ്റ് ഡിക്ലറേഷൻ ഉണ്ട്. അത് നമ്മൾ കൺസെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞ് ഓക്കെ കൊടുക്കുക. അപ്പോൾ വിസയുടെ ഫീസ് അടച്ചാൽ ഇൻവോയ്സ് ആയിട്ട് നമുക്ക് മെയിലിൽ വരും. അതെല്ലാം എടുത്ത് വയ്ക്കുക. കാരണം ചിലർക്ക് റിയലൊക്കേഷനൊക്കെ ഉള്ളവർക്ക് സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ആ പേപ്പറുകളെല്ലാം നമുക്ക് സബ്മിറ്റ് ചെയ്യാം. മെഡിക്കലിൻ്റെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പേപ്പർ കിട്ടിയില്ലെങ്കിൽ അവർക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഇൻവോയ്സ് അവർ അവിടുന്ന് നമുക്ക് തരുന്നതാണ് ഏതൊരു സമയത്തും. ഇതെല്ലാം നമുക്ക് റിയലൊക്കേഷൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റാവുന്ന. മെഡിക്കൽ ആദ്യം എടുക്കാനായിട്ട് നമ്മൾ ഈ മെഡിക്കൽ ഫില്ല് ചെയ്തപ്പോൾ തന്നെ നമുക്ക് എക്സാമിനേഷൻ പ്രോഗ്രസ് കാണിച്ചു. അത് കഴിഞ്ഞ് വൺസ് മെഡിക്കൽ ചെയ്ത് നമ്മൾ വരുമ്പോൾ എക്സാമിനേഷൻ റെഡി ഫോർ അസസ്മെന്റ്, നോ ആക്ഷൻ റിക്വയർഡ് എന്ന് കാണിച്ചു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് ഹെൽത്ത് ക്ലിയറൻസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു, നോ ആക്ഷൻ റിക്വയർഡ്. പിന്നെ അടിയിൽ കാണിച്ചിരിക്കുന്ന ഒരു ഡയലോഗ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് അവരെന്തെങ്കിലും നമ്മളോട് മെയിൽ ബോക്സിൽ എന്തെങ്കിലും ചോദിച്ച് നമ്മൾ ഡോക്യുമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വിസ സബ്മിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡിപ്പാർട്ട്മെന്റിന് ഇത് പാസ് ചെയ്യാവോ അസസ്മെന്റിന് വേണ്ടിയിട്ട് ഓക്കെ ആണോ എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും, ഇത് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യും ആപ്ലിക്കേഷൻ. അതിൻ്റെ ഔട്ട്കമ്മിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മെയിൽ ബോക്സ് അടയ്ക്കാൻ നോക്കുക. എന്തെങ്കിലും അപ്ഡേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അപ്ലോഡ് ചെയ്യാനോ ഡീറ്റെയിൽസോ നമ്മൾ കൊടുക്കാനായിട്ട് തയ്യാറാവുക. മെഡിക്കൽ എത്രയും പെട്ടെന്ന് ഡിലേ ഇല്ലാതെ തന്നെ എടുത്ത് വിസ അപ്ലൈ ചെയ്ത ചുരുങ്ങിയ ദിവസങ്ങളിൽ തന്നെ മെഡിക്കലും കൂടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വൺസ് കേസ് മാനേജർ വരുമ്പോൾ അപ്പോൾ തന്നെ എല്ലാം ഒരുമിച്ച് നടക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ വിസ സബ്മിറ്റ് ചെയ്തു 2 ആഴ്ചക്കുള്ളിൽ ഞാൻ മെഡിക്കൽ എടുത്തായിരുന്നു. മൊത്തം 21 ദിവസം എനിക്ക് ആ കൂടെ ഈ 189 വന്നത്.
പക്ഷെ എല്ലാവരുടെയും അതുപോലെയല്ല. 9 മാസം വരെ എത്തിയവരുണ്ട്. നമ്മൾ ഡോക്യുമെന്റ് പ്രോപ്പറായിട്ട് കൊടുക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ ടൈം ഡ്യൂറേഷൻ കുറയുന്നത്. അതായത് ആദ്യമേ എല്ലാം പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും എന്നുണ്ടെങ്കിൽ. ഇപ്പം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ ഓസ്ട്രേലിയയിൽ പോവാന്ന്. അപ്പോൾ തന്നെ മുമ്പ് വിസ ചെയ്തിട്ടുള്ളവരോടോ അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോകളോ അല്ലെങ്കിൽ ഇവരുടെ ഈ അക്കൗണ്ടിലോ പോയി കഴിഞ്ഞാൽ ഡോക്യുമെന്റ്സിന്റെ തന്നെ റിക്വയർമെന്റ് വലിയൊരു പേപ്പർ കിട്ടും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മുൻകൂട്ടി നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാൻ കഴിയാവുന്ന കാര്യങ്ങളാണ്. ഇത് ഈ വിസയുടെ മണിനാഥം കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കണ്ട. അതിന് മുമ്പേ നിങ്ങൾ UAE ഇടുമ്പോൾ തന്നെ ഈ വക പേപ്പറുകളെല്ലാം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ അല്ല മീൻസ് കരുതിയിരിക്കാനും കളക്ട് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ സമയം ഡിലേ ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. എപ്പോഴും ഇമി അക്കൗണ്ട് ആയിട്ട് ചെക്ക് ചെയ്യുക.